പ്രിയപ്പെട്ട കുഞ്ഞുഭക്തരെ, സുഹൃത്തുക്കളെ, ഒരു പുതിയൊരു പ്രോജക്റ്റിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ വിവരം നിങ്ങളെ അറിയിക്കുക, കണ്ണാരക്കണ്ണനും തന്നാലായതുകൊണ്ട് സാധിക്കുന്ന പോലെ നിങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ ഹെൽപ്പും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. ഒരുപക്ഷെ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മളെ കൊണ്ട് വേറെ ആളുകളെ കൊണ്ട് അത് സാധിക്കാൻ നമുക്ക് കഴിവുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനുള്ള തുടക്കം കുറിക്കും. വിശദ വിവരങ്ങൾ ഇവർ രണ്ടുപേരും പറയുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് കടക്കുന്നില്ല. കാലങ്ങളായി നമ്മുടെ ക്ഷേത്രം ഒരു നവീകരണം ഇല്ലാതെ കിടക്കാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു നടപ്പുരയും ഇപ്പോൾ ഇല്ല. അതുമായി ബന്ധപ്പെട്ട് സംരക്ഷണ സമിതിയും സമാജ സമിതിയും കുറെ കൂടിയാലോചനകൾ നടത്തി. അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു. അതിഗംഭീരമായ ഒരു നടപ്പുരയും ക്ഷേത്രത്തിന്റെ പുതുക്കലും കൂടി നടത്തണമെന്നാണ് അതിലുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിങ്ങളിന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. നിങ്ങളോട് ഈ വിവരം ധരിപ്പിക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും. ഗുരുദേവ ഭക്തരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സഹർഷം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കണ്ടിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നിന്നോട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിട്ട് നിൽക്കുക. എന്താ വെച്ചാൽ മര്യാദയിലും ആ കട്ടവിത്തുകളുകൊണ്ട് പ്രത്യേകിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മള് പുതിയ ഭരണസമിതിയും സംരക്ഷണ സമിതിയായിട്ട് നമുക്കൊരു പുതിയ നടപ്പന്തല്. കഴിഞ്ഞ വിഷുവിന് നമ്മൾ ഇത്ര വലിയൊരു ഉത്സവം നടത്തിയിട്ട് പൂരം മഴ പെയ്തപ്പോ അവസാനിപ്പിച്ചത് നമ്മള് തെക്കേ ഭാഗത്തെ ഓഡിറ്റോറിയത്തിൽ. അപ്പൊ അതൊക്കെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ വെച്ച് ഉണ്ടാക്കി അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം വേണം. അതിനപ്പുറം നമ്മള് ക്ഷേത്രം നമ്മുടെ ഒരു 105 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ രീതിയിൽ കാണാവുന്ന രീതിയിലുള്ള ഒരു വർക്കായിട്ടാണ് നമ്മൾ അതിന്റെ മൊത്തം ഔട്ട്സൈഡിലുള്ള പ്ലാസ്റ്ററിംഗ് ഒക്കെ മാറ്റി കരിങ്കല്ലൊക്കെ പതിച്ച് ഒരു പഴങ്കയിലേക്ക് നമ്മൾ ക്ഷേത്രം കാണുന്ന രീതിയിൽ ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അതിന്റെ ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ പ്ലാനുകളായിട്ട് ഇനി ഇതിന്റെ ടെൻഡർ വിളിച്ച് നമുക്ക് ഞങ്ങളുടെ ഒരു ആഗ്രഹം നമ്മുടെ വിഷുപ്പൂരം വരുന്നതിനേക്കാളും മുമ്പ് ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നാണ്. അപ്പൊ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു നവീകരണമുണ്ട്. അതിനെക്കുറിച്ച് പല മീറ്റിങ്ങുകളും കൂടി അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ഒരു താമര പ്രശ്നം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവപ്രശ്നത്തിന് നമുക്ക് ബുദ്ധിമുട്ടുകളില്ല, ചെയ്യാം എന്നുള്ള അഭിപ്രായത്തിലാണ് ചെയ്യുന്നത്. 10 വർഷമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് ഇപ്പോൾ നമ്മൾ നിലവാറാൻ പോകുന്നത്. എല്ലാ വർഷ സമയങ്ങളിലും ഇലക്ഷൻ കാലങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു ക്ഷേത്രം അതിൽ ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ അവസരം ഒത്തുകിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ക്ഷേത്രത്തിൽ ഈ ഗുരുദേവന്റെ തൃക്കൈകളാൽ സ്ഥാപിച്ച ക്ഷേത്രം തൊഴാനായിട്ട് ഒരുപാട് ആളുകൾ പുറത്തു വരുന്നു. ആ വരുന്ന ആളുകൾക്ക് കൂടി നമ്മളെ ഉൾക്കൊള്ളാനായിട്ട് ഒരു സംവിധാനം കൂടി കണ്ടിട്ടാണ് നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് വിദ്യാലയങ്ങൾ ഉണ്ടാക്കാനാണ് ഗുരുദേവൻ പറഞ്ഞത്. അപ്പം വിദ്യാലയങ്ങൾ നമുക്ക് ഒരുവിധമൊക്കെ നല്ല രീതിയിൽ ആയി കഴിയുന്നു. ഇത് നമുക്ക് അതിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇത് നമുക്ക് വേണ്ടത് വിദ്യാലയത്തിൽ കുട്ടികളും അതിനെ സംരക്ഷിക്കുന്ന കുറച്ച് ടീച്ചർമാരുടെ ആവശ്യമാണ്. ഈ അമ്പലത്തിന് നമ്മൾ നടത്തി കഴിഞ്ഞ വർഷത്തെ പൂരം നമുക്ക് പൂരം ആഘോഷിക്കാനായിട്ട് സ്കൂളിനുള്ളിൽ കൊണ്ടുപോയിട്ട് വന്നു. ഇതിപ്പോൾ നമ്മുടെ നടപ്പന വരികയാണെങ്കിൽ 5 ആനകൾ നിർത്തി മേളം ചെയ്യാവുന്ന ഒരു നടപ്പനയാണ് നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് നമ്മളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് തോമാഷ് പറഞ്ഞ പ്രകാരം നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ തന്നെ കഴിയാവുന്നവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇന്നാളെ കണ്ടിട്ട് നാട്ടിൽ നമുക്ക് പോയി അവിടെ പോയി പൈസ ഇവിടുത്തെ കമ്മിറ്റി ആളുകൾ പോയി ചെയ്യും. നമുക്ക് തൂണുകൾ ഒരു തൂണ് നമുക്കിവിടെ 10 തൂണ് വരുന്നുണ്ട്. ഒരു തൂണിൽ ഒരാൾ
2 ലക്ഷം രൂപ വായിക്കുന്നു. അതിലിപ്പോൾ 4-5 ടൂറുകൾ ആളുകൾ ചിലപ്പോൾ നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പുതിയ റെസിപ്പി നോട്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ സമ്മാന കൂപ്പണുകളാണ് അടിക്കുന്നത്. ഒരു നല്ല രീതിയിലുള്ള സമ്മാനങ്ങൾ വെച്ചുകൊണ്ട് കൂപ്പണാണ് 100 രൂപയുടെ കൂപ്പണാണ് നമ്മൾ അടിക്കുന്നത്. അത് നമ്മളെല്ലാവരും കുറച്ച് വിറ്റഴിച്ചുണ്ടാക്കുക. കാര്യമായുള്ള പരിപാടി ഇത് നമ്മൾ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ കിട്ടുന്നത് 70 ലക്ഷം രൂപയാണ്. അത് ബാക്കിയിട്ടൊക്കെ നമ്മുടെ അമ്പലത്തിൻ്റെ ആവശ്യത്തിനോട് ഇരുന്നോട്ടെ. അതായത് സമാജത്തിൻ്റെ 1 രൂപ പോലും ഇതിന് ഉപയോഗിക്കുകയാണ്. 25 വർഷമായിട്ട് നമ്മളെല്ലാവരും കൂടി സമാജത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ മീറ്റിംഗ് സമാജത്തിൻ്റെ 1 രൂപ പോലെ വെച്ചാൽ ഇത് പൊതുജനങ്ങളുടെ റിസോർട്ട് മുൻനിർത്തിക്കൊണ്ട് ഇത് നമ്മൾ നാട്ടുകാരുടെ റിസോർട്ടായിട്ട് ഉണ്ടാവട്ടെ. എന്നിട്ട് സമാജത്തിൻ്റെ സ്വത്തുണ്ട് അവരത് ഇരുന്നോട്ടെ. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു സ്വത്തായിട്ട് അവിടെ കിടക്കും. അതിനാണ് നമുക്ക് നോക്കുന്നത്. അപ്പം അതിന് നമ്മുടെ എല്ലാ ആളുകളും അതിൽ ഒരാളും ചെറുപ്പം വലുപ്പമൊന്നുമില്ല. എല്ലാവരും അവരവരെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ചെയ്യും. നമ്മൾ വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണു നമുക്ക് തീരാനായിട്ട് നമ്മൾ കൊട്ടേഷനിൽ വിളിക്കുമ്പോൾ നാളെ അത് കഴിഞ്ഞ് 4 മാസത്തിനുള്ളിൽ പണി നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിഷു പൂരം ഇതിൽ നടത്തണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കാൻ മുഖ്യമന്ത്രി മീറ്റിംഗ് പ്രധാനമായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഉണ്ടാകും. കുറച്ച് അതേയാണ് അമ്പലത്തിൽ എന്ത് കാര്യങ്ങളും നമ്മളെല്ലാവരും പങ്കെടുക്കാൻ കഴിയുന്നിടത്തോളം ആളുകൾ പങ്കെടുക്കണം, ഇതിനെ ഭംഗിയാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കും സംസാരിക്കും. അത് നമ്മൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. പറയാനില്ല. നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് ഗുരുദേവൻ ഇവിടെ വന്നത്. ക്ഷേത്രം ഉണ്ടാക്കാനാണ് നമ്മളുടെ ആഗ്രഹമായിരുന്നല്ലേ. അത് ഗുരുദേവൻ നിർവഹിച്ചു തന്നു. പ്രതിഷ്ഠിക്കുന്നതാണ് ഗുരുദേവന്റെ നിർദ്ദേശമാണ് സ്കൂൾ പണിയുന്നത്. അത് 105 കൊല്ലം കൊണ്ട് നമ്മൾ ഗുരുദേവന്റെ നിർദ്ദേശം ശിരസാ വഹിച്ച് വളരെ ഭംഗിയായിട്ട് നടത്തി. ഒരാളും കുറ്റം പറയില്ല. നമ്മുടെ സ്കൂളിന്റെ എത്രയോ പേർക്ക് തൊഴിൽ, അതാണ് ഗുരുദേവൻ ഉദ്ദേശിക്കുന്നത്. തൊഴിലുണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സ്ത്രീകള് സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. അതാണ് ഗുരുദേവന്റെ. പിന്നെ നമുക്കതിൽ കുറച്ച് വ്യവസായങ്ങളും തൊഴിൽശാലകളൊക്കെ പണിയാനൊന്നും ഗുരുദേവൻ അതൊന്നും നമ്മുടെ നാട്ടിലെ സംവിധാനം അനുസരിച്ച് നമുക്ക് പറ്റില്ല. പിന്നെ ഗുരുദേവൻ ഒരു കാര്യം പ്രത്യേകം എന്ന് പറഞ്ഞു